വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹൈ എൻഡ് ഗെയിമുകൾ കളിച്ചാലോ 15000 രൂപയ്ക്ക് അകത്ത് വരുന്ന ഗെയിമിംഗ് ഫോണുകളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. 5 എണ്ണം പറയുന്നുണ്ട്. ഒന്നാമത്തത് ഇൻഫിനിക്സ് നോട്ട് 30. നമ്മുടെ ഈ ഒരു ചാനലിൽ പരിചയപ്പെടുത്തിയതാണ്. വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. 14999 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ 4 GB റാം, 128 GB ഇന്റർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. ആൻഡ് പ്രൊസസ്സർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മീഡിയാടെക് ഡയമൻസിറ്റി 6080 ഒക്ടാ കോർ പ്രൊസസ്സറാണ് വരുന്നത്. 2.5 GHz ആണ് അതിന്റെ ക്ലോക്ക് സ്പീഡ്. 14999 നിന്ന് നിങ്ങൾക്ക് ഒരു 1000 രൂപ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ഓഫേഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് 1000 രൂപ കുറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഗെയിമിംഗ് പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾ പറയുന്ന എല്ലാ ഗെയിമുകളും അല്ലെങ്കിൽ ഇപ്പോൾ PUBG പോലെയുള്ള എല്ലാ ഗെയിമുകളും ഹൈ എൻഡ് എന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കളിക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ മെയിൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. ഏറ്റവും മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഹീറ്റേ ഇല്ല എന്നുള്ളതാണ്. ഇൻഫിനിക്സ് എന്ന ബ്രാൻഡ് നിങ്ങൾക്ക് തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് ഞാൻ പറഞ്ഞുതരാം. റിയൽമി 9 നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേയോട് കൂടിയുള്ള ഫോണാണ്. 14999 രൂപ തന്നെയാണ് ഈ ഫോണിൻ്റെ പ്രൈസ്. ഇതിൻ്റെ അകത്ത് മീഡിയാടെക് ഡയമൻസിറ്റി 810 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2.4 GHz ആണ് ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 5000 mAh ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 15000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഫോൺ തന്നെയാണ്. ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്ന ഓരോ ഫോണുകളും നമ്മൾ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആസ്പെക്റ്റ് മാത്രമാണ് നോക്കിയിട്ടുള്ളത്. ആൻഡ് നമുക്കെല്ലാവർക്കും അറിയാം 15000 എന്നതാണ് ബഡ്ജറ്റ്. അതിൻ്റെ അകത്ത് കുറച്ച് ലിമിറ്റേഷൻസ് കാണും. അപ്പോൾ വന്നിട്ട് പ്രൊസസ്സറിൻ്റെ പ്രോസസ്സിംഗ് പവറും കോറിനെ കുറിച്ചിട്ടൊക്കെ ഘോരം പ്രസംഗിക്കുന്നവർ കൈൻഡ്ലി നോട്ട്. നമ്മൾ ആദ്യം പറഞ്ഞ 2 ഫോണുകൾക്ക് മീഡിയാടെക് ആണ് പ്രൊസസ്സർ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മീഡിയാടെക് ഹേറ്റേഴ്സ് കാണും. അവർക്ക് വേണ്ടിയിട്ടാണ് സ്നാപ്ഡ്രാഗൺ ഉള്ള ഫോണുകളാണ് ഇനി പറയാൻ പോകുന്നത്. അതിനകത്ത് 15000 രൂപയ്ക്കകത്ത് ആദ്യം വരുന്നത് മോട്ടോറോളയുടെ G62 5G ആണ്. മോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ആസ് എ ബ്രാൻഡ് അതിൻ്റെ UIയും കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ബ്ലോട്ട്വേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 695 ആണ് ഇതിനകത്ത് വരുന്ന ചിപ്സെറ്റ്. 5G ചിപ്സെറ്റ് തന്നെയാണ്. 5000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ ബാറ്ററിയും കൂടി പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. ബാറ്ററി ബാക്കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് ചാർജിൽ കണക്ട് ചെയ്തിട്ട് ഗെയിം കളിക്കാമെന്നൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു കാര്യം പറയുള്ളൂ. വേറൊരു വീഡിയോ കൂടി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ചാവുണ്ടെങ്കിൽ അത് പോയി കണ്ടു. അത്യാവശ്യം ഹൈ എൻഡ് ആയിട്ടുള്ള എല്ലാ ഗെയിമുകളും ഈ ഒരു ഫോണിൻ്റെ അകത്ത് വർക്കാവും. അത് ഹൈ ഗ്രാഫിക്സിൽ വർക്കാവും ഞാൻ പറയുന്നില്ല, ബട്ട് പ്ലേയബിൾ ആയിരിക്കും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ താരം, അതായത് പോക്കോ. ഇത് പറയുന്ന സമയത്ത് ചിലർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പോക്കോ X5 5G ആണ് അടുത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. ഞാൻ ആർക്ക് റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. കാര്യം പോക്കോ ഫോൺസിന് ബോർഡ് ഇഷ്യൂ, അതായത് മദർ ബോർഡ് ഇഷ്യൂ ഭയങ്കരമായിട്ട് കൂടുതലാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ യൂട്യൂബേഴ്സും പോക്കോയുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ അതൊരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ പോക്കോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പ്യുവർ ആണ്, പറയാതിരിക്കാൻ വയ്യ. സ്നാപ്ഡ്രാഗൺ 695 ആണ് ഇതിനകത്ത് വരുന്ന പ്രൊസസ്സറും. 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് 5000 mAh ബാറ്ററി. ഇത്രയും സ്പെക്കുകൾ കൊണ്ട് 14999 രൂപയ്ക്ക് കിഡിലമായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കിഡിലം ഗെയിമിംഗ് ഫോൺ തന്നെയാണ് പോക്കോ, ഒരു ഡൗട്ടും ഇല്ല. ഇനി നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ഡിസ്കൗണ്ടുകൾ നേടാനായിട്ട് പറ്റും. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാങ്ങുക, എപ്പോൾ അടിച്ചു പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് അപ് ടു യു. സംഭവം നമ്മൾ 15000 രൂപയ്ക്ക് അകത്തുള്ള ഫോണുകളാണ് പറഞ്ഞു വന്നതെന്നുണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, എവിടെന്നെങ്കിലുമൊക്കെ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാലും ഒരു 1000 രൂപ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു 1000 രൂപയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐക്യൂൻ്റെ Z6 ലൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 4 Gen 1 ആണ് ഇതിനകത്തുള്ള പ്രോസസ്സർ. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഗെയിമിംഗ് ഒരു രക്ഷയില്ലാത്തതായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരുവിധം PUBGയും കാര്യങ്ങളെല്ലാം നല്ല ഫ്രെയിം റേറ്റിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. PUBGയിലാരും ഹൈ ഗ്രാഫിക്സ് ഇടൂല എന്ന് എനിക്കറിയാം. സ്റ്റിൽ ഗ്രാഫിക്സിനേക്കാളും അത് എത്രത്തോളം നേരം നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാര്യം. Z6 ലൈറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് 16000 സംതിങ് ആണ്. എന്നാൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ അകത്ത് ഇത് 15500 രൂപയ്ക്കുണ്ട്. ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ 13999 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ആമസോണിൽ 13999 രൂപയ്ക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മേ ബി ഈ വീഡിയോ പബ്ലിഷ് ആകുന്ന സമയത്ത് അത് കൂടുതലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത്രയാണ് 15000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന 5 ഗെയിമിംഗ് ഫോണുകൾ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.